പത്തനംതിട്ട തിരുവല്ലയിൽ MDMA പിടിയിലായ മുഹമ്മദ് ഷമീർ ഈ ലഹരിക്കച്ചവടം നടത്തിയിരുന്നത് 10 വയസ്സ് മാത്രമുള്ള സ്വന്തം മകനെ ഉപയോഗിച്ചാണ്. 10 വയസ്സുള്ള മകന്റെ ശരീരത്തിൽ MDMA ഒളിപ്പിച്ചു വെച്ചായിരുന്നു ഇയാൾ വിൽപ്പന നടത്തിയിരുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം ലഹരി എത്തിച്ച് നൽകിയിരുന്നുവെന്നും ഡിവൈഎസ്പി പറഞ്ഞു. മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം കോളേജ് വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കുമാണ് ഇയാളിത് മിക്കവാറും ഇത് സെയിൽ ചെയ്യുന്നത്. മറ്റു പ്രൊഫഷനൊന്നുമില്ല, ഈ ഡ്രഗ്സ് വിറ്റ് തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. സമൂഹത്തിന് വലിയൊരു വിപത്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. എക്സൈസുകാരും ഇദ്ദേഹത്തെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് വളരെ കോൺസ്പിക്വസ് ആയിട്ടുള്ള ആ ഒരു മൂവ്മെൻ്റാണ്. ഞങ്ങളും അത്രയും ജാഗ്രത എടുത്തിട്ടാണ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. CK അഭിലാൽ വിവരങ്ങളുമായിട്ട്. അഭിലാൽ, എന്തൊക്കെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്? ഈ മകനെ ഉപയോഗിച്ച് ഇയാൾ ഇങ്ങനെ ഒരു കച്ചവടം തുടങ്ങിയിട്ട് എത്ര കാലമായി, എത്രയധികം കുട്ടികളിലേക്ക് തന്നെ ഇയാൾ ലഹരി എത്തിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്? തിരുവല്ല ചുവത്ര സ്വദേശിയായ മുഹമ്മദ് ഷമീറിന്റെ പ്രായം 39 വയസ്സാണ്. ലഹരി കച്ചവടത്തിലുള്ള വരുമാനമാണ് ഇദ്ദേഹം പ്രധാനമായ വരുമാന മാർഗമായി കണ്ടെത്തിയിട്ടുള്ളത്. കർണാടകയിൽ നിന്നും MDMA അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ കേരളത്തിൽ എത്തിക്കുന്നു. തുടർന്ന് സ്വന്തം മകൻ 10 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ ഉപയോഗപ്പെടുത്തിയാണ് ഇത് യഥാർത്ഥ അവകാശികളിലേക്ക് അല്ലെങ്കിൽ ആവശ്യക്കാരിലേക്ക് എത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. പോലീസിന്റെയും അതോടൊപ്പം തന്നെ ഡാൻസ് ഓഫ് സംഘത്തിന്റെ അടക്കം കണ്ടുപിടിക്കുന്നതിനായി കുട്ടിയെ ഉപയോഗിച്ച് ഫലത്തിൽ ലഹരി കച്ചവടം നടത്തി എന്നുള്ളതാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. കഴിഞ്ഞ രാത്രി 10 മണിയോടുകൂടി കസ്റ്റഡി എടുത്ത ഇയാളുടെ പക്കൽ നിന്നും 3.78 ഗ്രാം MDMA ആണ് കണ്ടെത്തിയിട്ടുള്ളത്. വിശദമായ ചോദ്യം ചെയ്യലിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 10 വയസ്സുള്ള കുട്ടിയുടെ ശരീരത്തിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ MDMA അടക്കം ലഹരി പദാർത്ഥങ്ങൾ ശരീരത്തിൽ പിന്നീട് സെലോ ടോപ്പ് ഉപയോഗിച്ച് മറയ്ക്കുകയും അതിനുശേഷം വസ്ത്രം ധരിപ്പിച്ചാണ് കുട്ടിയെ കൊണ്ടുപോകുന്നത്. കാറിലും അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനത്തിലും കൊണ്ടുപോകുന്ന കുട്ടിക്ക് നൽകുന്ന നിർദ്ദേശാനുസരണം കുട്ടി പ്രവർത്തിക്കും. അങ്ങനെ ആവശ്യക്കാരിലേക്ക് പുറത്തുനിന്ന് നോക്കിയാൽ ആർക്കും സംശയം ഉണ്ടാകാത്ത തരത്തിൽ MDMA കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മൊഴിയായി ലഭ്യമായിട്ടുള്ളത്. തിരുവല്ലയിലെ സ്കൂൾ കുട്ടികളും കോളേജ് വിദ്യാർത്ഥികളും 2 മെഡിക്കൽ കോളേജുകളിലെ ചില വിദ്യാർത്ഥികളും ഒക്കെ തന്നെ ഇയാളുടെ പ്രധാനപ്പെട്ട ഇടപാടുകാരായി ഉണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. കോടതിയിൽ ഹാജരാക്കിയ മുഹമ്മദ് ഷമീറിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി തുടർ ചോദ്യം ചെയ്യലും അന്വേഷണത്തിനുമാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്നും സൗഹൃദങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ സമീപകാലത്തെ യാത്രാ വിവരണങ്ങളെക്കുറിച്ചുമുള്ള വിശദമായ റിപ്പോർട്ട് തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സയന്റിഫിക് പരിശോധനയിലൂടെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണുള്ളത്. കർണാടക കേന്ദ്രീകരിച്ച ഒരു ലോബിയുടെ കണ്ണിയായി ഇയാൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. ശരി.